ഡോക്ടറുടെ മുൻപിൽ ഇരിക്കുമ്പോൾ അവൾ വിറക്കുന്ന കൈകൾ കൂട്ടിപ്പിടിച്ചു. പറയുന്ന കാര്യങ്ങൾ താൻ ശ്രദ്ധയോടെ കേൾക്കണം. താൻ ഓക്കെ അല്ലേ? ഉയർന്ന ഹൃദയമിടിപ്പോടെ അവൾ തലയാട്ടി കാണിച്ചു. പ്രായം കുറെ ആയതല്ലേ? അതാവും വീണപ്പോൾ ആളുടെ വലതുകാലും പിന്നെ നട്ടെല്ലിനും കാര്യമായ ക്ഷതം ഏറ്റിട്ടുണ്ട്. തലയും ഭിത്തിയിലോ എവിടെയോ ഇടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. 2 സർജറി വേണം. എങ്കിൽ മാത്രമേ ആളെ പഴയ രൂപത്തിൽ തിരിച്ചു കിട്ടൂ. അതിന് താൻ വലിയൊരു സംഖ്യ അടയ്ക്കേണ്ടി വരും. അവൾക്കുള്ളിൽ അപ്പോൾ മുത്തശ്ശിക്ക് ഒന്നും പറ്റിയിട്ടില്ല എന്ന ആശ്വാസം നിറഞ്ഞു. അത് ചെയ്യാം ഡോക്ടർ. എത്ര ആയാലും വേണ്ടില്ല. എൻ്റെ മുത്തശ്ശിയെ രക്ഷിക്കണം. അവൾ അയാൾക്ക് മുൻപിൽ ഇരുന്ന് കൈകൂപ്പി. ഓക്കെ, താനൊന്ന് കൂളാകൂ. താൻ റെഡിയാണെങ്കിൽ നാളെ ഉച്ചയ്ക്ക് മുൻപായി പണമടയ്ക്കൂ. അത് ഡോക്ടർ. എത്രയാവും അടയ്ക്കേണ്ടി വരിക? അത് ഒരു 3 lakhsനടുത്താവും, മെഡിസിൻ അടക്കം. എന്നാൽ ശരി. ഒരു നിമിഷം അവൾ അന്തിച്ചു നിന്നു. ജാനകി ചേച്ചി കയ്യിൽ പിടിച്ചപ്പോൾ അവളുടെ കൂടെ ഐസിയുക്ക് മുൻപിലേക്ക് നടന്നു. അതിൻ്റെ മുൻപിൽ ഇരിക്കുമ്പോഴെല്ലാം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മോളെ, എൻ്റെ കയ്യിൽ ഒപ്പിച്ചു വെച്ചാൽ ഒരപ്പൽ 50,000-നകത്ത് കാണത്തുള്ളൂ. ബാക്കി പൈസക്ക് നമ്മൾ എന്ത് ചെയ്യും? അറിയില്ല ജാനേച്ചി. പക്ഷേ മുത്തശ്ശിയെ എനിക്ക് പഴയ പോലെ തിരിച്ചു കിട്ടാൻ. ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. അതും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞവൾ അവളുടെ തോളിലേക്ക് വീണു. എന്ത് ചെയ്യുമെന്നറിയാതെ ഒരുപാട് സമയം അവിടെ ഇരുന്നു. പേഷ്യന്റിന്റെ കൂടെ ആരാണുള്ളത്? ഞാൻ അവൾ അവർക്കടുത്തേക്ക് ഓടി. ആൾക്ക് ബോധം വന്നിട്ടുണ്ട്. ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങണം. അത് കേട്ടതും അവൾ വേഗം തന്നെ അകത്തേക്ക് കയറി. കുറെ വയറുകൾ ഘടിപ്പിച്ചു കിടക്കുന്ന മുത്തശ്ശിയെ കണ്ടതും ഒരു കരച്ചിൽ അവളുടെ തൊണ്ടയിൽ കുടുങ്ങി. അവരുടെ അടുത്തേക്ക് ചെന്ന് ആ ചുറ്റിച്ചിരുന്ന കവിളിലും കൈകളിലും പതിയെ തടവി. ഒരു തുള്ളി കണ്ണുനീർ അവരുടെ കവിളിലേക്ക് ഉറ്റി വീണു. അതറിഞ്ഞതും അവർ കണ്ണു തുറന്ന് അവളെ നോക്കി. കുറച്ചു സമയം കൊണ്ട് ആകെ ക്ഷീണിച്ചവശയായവളെ അവർ സങ്കടത്തോടെ നോക്കി. മുത്തശ്ശി എന്തോ പറയാനുണ്ടെന്ന് ആംഗ്യം കാണിച്ചതും സിസ്റ്റർ വന്നവരുടെ മാസ്ക് മാറ്റി. കുട്ടിയെ. അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എൻ്റെ കുട്ടിയെ ഇട്ടിട്ട് ഞാനും പോകേണ്ടി വരുമോ? അവരുടെ ശബ്ദമിടറി. അവരോട് തിരിച്ചൊന്നും പറയാനാവാതെ അവൾ അവരെ കെട്ടിപ്പിടിച്ചു നെറ്റിയിൽ ചുംബിച്ചു. കുറച്ചു സമയം മാത്രമേ പറ്റുള്ളൂ, സിസ്റ്റർ പറഞ്ഞതും ഒന്നുകൂടി മുത്തശ്ശിയുടെ കവിളിൽ ഉമ്മവെച്ച് അവൾ പുറത്തേക്ക് വേച്ച് നടന്നു. ആകെ തളർന്ന് അവൾ അവിടെ ഇരുന്നു. എങ്ങനെ ഉണ്ടാക്കും പണം? യാതൊരു വഴിയും കാണുന്നില്ല. കുറെ പേരോട് ചോദിച്ചു. അവരുടെയൊന്നും കയ്യിൽ ഇല്ലെന്ന്. ഇല്ലാഞ്ഞിട്ടല്ല, വെറുമൊരു പെണ്ണായ താൻ എങ്ങനെ അത് വീട്ടും എന്ന് കരുതിയിട്ടാണ്. മോളെ, നിന്റെ ഷോപ്പിലെ കൃഷ്ണമൂർത്തി സാറിനോടൊന്ന് ചോദിച്ചു നോക്കൂ. ജാനകി ചേച്ചി അവളുടെ അടുത്ത് വന്നിരുന്ന് പ്രതീക്ഷയോടെ പറഞ്ഞു. അവൾ മുഖമുയർത്തി അവരെ നോക്കി. അവളുടെ കണ്ണിലും ഒരു പ്രതീക്ഷയുടെ തിളക്കമുണ്ടായിരുന്നു. അന്നവൾ അവിടെ തന്നെ ഇരുന്ന് നേരം വെളുപ്പിച്ചു. ജാനകി ചേച്ചി നിർബന്ധിച്ചു വാതിൽ പറഞ്ഞു വിട്ടെങ്കിലും അവിടെ ഒന്നും സ്ഥലമില്ലാത്തതിനാൽ അവളുടെ അടുത്ത് തന്നെ അവർ വന്നുറങ്ങി. നേരത്തെ എനിക്ക് ക്യാൻറ്റീനിൽ നിന്നും അവർക്കുള്ള ഫുഡ് വാങ്ങിച്ചു കൊടുത്തവൾ ഷോപ്പിലേക്ക് പോകാൻ നിന്നു. നീ ഒന്നും കഴിച്ചില്ലല്ലോ മോളെ, ഇതിൽ നിന്നും കുറച്ച് കഴിക്ക്. അവർക്ക് കൊണ്ടുവന്നതിൽ നിന്നും 2 ദോശയെടുത്ത് അവൾക്ക് നേരെ നീട്ടി. വേണ്ട ജാനേച്ചി, എനിക്ക് കഴിച്ചാൽ ഇറങ്ങില്ല. അതും പറഞ്ഞവൾ ഇറങ്ങാൻ നിന്നതും അവളെ പിടിച്ചു നിർത്തി ഒരു ഗ്ലാസ് ചായ അവർ കുടിപ്പിച്ചു. അവൾ നന്ദിയോടെ അവരെ നോക്കി. ഇവർ കൂടി ഇല്ലായിരുന്നെങ്കിൽ താൻ. ഒന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട മോള്, പോയിട്ട് വാ. എല്ലാം ശരിയാവും. ഈശ്വരൻ നിറ ഉണ്ടല്ലോ. അവളുടെ കവിളിൽ തലോടി അവർ പറഞ്ഞു. വിടരാത്തൊരു പുഞ്ചിരിയോടെ അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. തലേ ദിവസം വീട്ടിൽ ഇട്ട ബ്ലാക്ക് കളറിലുള്ള നരച്ചൊരു ചുരിദാറും അതിൻ്റെ തന്നെ ഷാളും ആയിരുന്നു അവൾ ധരിച്ചത്. ആരെയും നോക്കാതെ അവൾ നേരെ കൃഷ്ണമൂർത്തിയുടെ ക്യാബിനിലേക്ക് നടന്നു. അവളെയും വേഷവും കണ്ട് എല്ലാവരും ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു.
അതൊന്നും അവൾ മൈൻഡ് ചെയ്തില്ല. ആ സമയത്ത് അവൾ മറ്റേതോ ലോകത്തായിരുന്നു. ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയായിരുന്നു അയാളുടെ ക്യാബിൻ. അതിന്റെ നേരെ ഓപ്പോസിറ്റായി ലക്ഷറി രീതിയിൽ ഡേവിഡിന്റെ ക്യാബിനും. ഡോർ നോക്ക് ചെയ്ത് അവൾ അവിടെ നിന്നു. അകത്തേക്ക് കയറാൻ അനുവാദം ലഭിച്ചതും അവൾ അകത്തേക്ക് നടന്നു. അയാൾ അവളെ അമ്പരപ്പോടെ നോക്കി. എന്ത് പറ്റി മോളെ? അയാൾ വാത്സല്യത്തോടെ ചോദിച്ചു. അവൾ അറിയാതെ കരഞ്ഞുപോയി. അവളെ പിടിച്ച് അവിടെയുള്ള സെറ്റിൽ ഇരുത്തി വെള്ളം എടുത്തു കൊടുത്തു. അവളത് വാങ്ങി ആർത്തിയോടെ കുടിച്ചു. എന്ത് പറ്റി? മോളിന്ന് ഡ്യൂട്ടിക്ക് വന്നതല്ലേ? വല്ല വയ്യായ്കയും ഉണ്ടോ? അയാൾ ആദിയോടെ ചോദിച്ചു. അവൾ ഇല്ലെന്ന് തലയനക്കി എല്ലാം അയാളോട് പറഞ്ഞു. മോൾക്ക് ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളതെല്ലാം എടുത്തു തരാം. എന്നാലും അത്രയും വലിയ സംഖ്യയൊന്നും ഉണ്ടാവില്ല. എൻ്റെ മോനും മോളും പഠിക്കല്ലേ. സാലറി കിട്ടിയാൽ അപ്പം തന്നെ അവർക്ക് അയച്ചു കൊടുക്കും. അയാൾ നിസ്സഹായതയോടെ പറഞ്ഞു. അവസാന പ്രതീക്ഷയും അസ്തമിച്ച് അവൾ ഒരു പ്രതിമയെപ്പോലെ ഇരുന്നു. മോള് പോയിക്കോ. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ വരാം. ഒരു 1 lakh ഒക്കെ ഒപ്പിക്കാം. ബാക്കി മോൾ ആരോടെങ്കിലും ചോദിക്ക്. അവളൊന്ന് മൂളിക്കൊണ്ട് എഴുന്നേറ്റു. ആകെ ക്ഷീണിച്ചല്ലോ കുട്ടി. നീ ഒന്നും കഴിച്ചില്ലേ? ഞാൻ കഴിച്ചിട്ടാ വന്നെ. ഞാൻ പോയിക്കോട്ടെ. തളർന്ന സ്വരത്തിൽ അവൾ പറഞ്ഞു. സൂക്ഷിച്ചു പോണേ. അതിനൊന്ന് തലയാട്ടുക മാത്രം ചെയ്തവൾ പുറത്തേക്ക് നടന്നു. മോളെ, ഒന്ന് നിൽക്ക്. പുറകിൽ നിന്നും വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി. മോളിവിടെ ഇരിക്കൂ, ഞാനിപ്പോ വരാം. അതും പറഞ്ഞ് മുൻപിലെ ക്യാബിനിലേക്ക് നോക്ക് ചെയ്ത് കയറി. അവൾ എന്താണെന്നറിയാതെ അവിടെ തളർന്നിരുന്നു. ഇത്ര കുറച്ച് പൈസ കൊണ്ട് താൻ എന്തു ചെയ്യും? നിറഞ്ഞൊഴുകുന്ന മിഴികളുമായി അവൾ അവിടെ തല ചായ്ച്ചു കിടന്നു. അനു! കയ്യിൽ പതിയെ തട്ടിയുള്ള വിളി കേട്ടതും അവൾ തല ഉയർത്തി. മോള് വിഷമിക്കണ്ട. സർജറിക്കുള്ള ക്യാഷ് ഫുൾ സാർ തരാം എന്ന് പറഞ്ഞു. കേട്ടത് വിശ്വസിക്കാനാവാതെ അവൾ എണീറ്റ് നിന്ന് അയാളെ തെറിച്ചു നോക്കി. സത്യം, മോളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. പെട്ടെന്ന് ചെല്ല്. ആളുടെ ക്യാരക്ടർ അറിയാലോ. എപ്പോഴാ മാറുക എന്ന് പറയാൻ പറ്റില്ല. കൃഷ്ണമൂർത്തി സന്തോഷത്തോടെ പറഞ്ഞു. അത് ഞാൻ എങ്ങനെ? അവൾക്ക് അപ്പോഴും അമ്പരപ്പ് മാറിയിരുന്നില്ല. മോള് ചെല്ല്. അത് സാർ കൂടെ വരുമോ? അത് വേണ്ട, മോളോട് ചെല്ലാനാ പറഞ്ഞു. പേടിക്കണ്ട, മുത്തച്ഛൻ്റെ കാര്യത്തിനല്ലേ, ചെല്ല് എന്ന് തലയാട്ടിക്കൊണ്ട് അവൾ നേരെ അവൻ്റെ ക്യാബിനിന്റെ മുന്നിൽ നിന്നു. പോണോ വേണ്ടയോ? ഒരു നിമിഷം എന്തും വരട്ടെ എന്ന് കരുതി നോക്ക് ചെയ്തു. യെസ്. അവൻ്റെ ഗൗരവം നിറഞ്ഞ സ്വരം കേട്ടതും അവൾ തിരിഞ്ഞ് മൂർത്തി സാറിനെ നോക്കി. അയാൾ തലകൊണ്ട് കയറാൻ ആംഗ്യം കാണിച്ചതും അവൾ പതിയെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. അവന്റെ മുൻപിൽ തലകുനിച്ച് നിൽക്കുന്ന അവളെ അവൻ അത്ഭുതത്തോടെ നോക്കി. 2 ദിവസം മുൻപ് താൻ കണ്ട ആളിൽ നിന്നും ഒരുപാട് മാറ്റം ഉള്ളതുപോലെ തോന്നി. തടിച്ചു വീർത്ത അവളുടെ കണ്ണുകളും ചുവന്നു തുടുത്തു കിടക്കുന്ന മുഖവും ആകെ അലങ്കോലമായി പാറിപ്പറന്നു കിടക്കുന്ന മുടിയിഴകളും പഴകിയ വസ്ത്രവും 2 ദിവസം കൊണ്ട് അവൻ ആകെ ക്ഷീണിച്ചതുപോലെ. മുൻപിൽ നിന്നും അവന്റെ ശബ്ദം ഒന്നും കേൾക്കാനപ്പോൾ അവൾ പതിയെ മെയ് ഉയർത്തി നോക്കി. തന്നിൽ തന്നെ മെയ് പതിപ്പിച്ചിരിക്കുന്ന അവനെ കണ്ടതും അവൾ ഒരു പിടച്ചിലോടെ നോട്ടം നോക്കി. അനുപല്ലവി! അവൻ ഗൗരവത്തോടെ വിളിച്ചു. അവൾ ഭയത്തോടെ അവനെ നോക്കി. എത്രയാണ് അനുപല്ലവി ഉദ്ദേശിക്കുന്നത്? അവൾ അവനെ നയിച്ചു നോക്കി. ഐ മീൻ, തനിക്ക് എത്ര രൂപയാണ് ആവശ്യം? അവൻ കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് ചോദിച്ചു. അവളുടെ കണ്ണൊന്ന് തുളുമ്പി. താൻ പറയാതെ ഞാൻ എങ്ങനെ അറിയും? അവന്റെ ശബ്ദം കുറച്ചുയർന്നു. അത് 3 ലക്ഷം. അവന്റെ ശബ്ദം ഉയർന്നതും അവൾ ഭയത്തോടെ പറഞ്ഞു. അവനൊന്ന് മൂളിക്കൊണ്ട് ചെയറിൽ നിന്നും എണീറ്റ് അവൾക്ക് മുന്നിൽ വന്നു നിന്നു. അനുപല്ലവി, അതെന്നെ എനിക്ക് തിരിച്ചു വരും? അവൻ ചോദിച്ചതും അവൾ നിസ്സഹായതയോടെ തനിക്ക് മുന്നിൽ നിൽക്കുന്നവനെ നോക്കി. ഇത്രയും വലിയ സംഖ്യയൊക്കെ വെറുതെ തരാൻ കഴിയില്ലല്ലോ. ഞാൻ തരും. എങ്ങനെ? അവൾ നിറഞ്ഞ മെയ് ഉയർത്തി അവനെ നോക്കി. അത് സാറിന്റെ കടം വീടുന്നത് വരെ ഞാനിവിടെ ജോലി ചെയ്തോളാം. എന്റെ സാലറിയിൽ നിന്നും കട്ട് ചെയ്താൽ മതി. അവൾ വിക്കി. അത് പറ്റില്ല.
ഞാൻ നിനക്ക് എങ്ങനെയാണ് തരുന്നത്? അതുപോലെ എനിക്ക് എൻ്റെ കൈ തിരിച്ചു കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പണം തരാം. അത് കേട്ടതും അവൾ കരഞ്ഞുകൊണ്ട് കൈകൂപ്പി അവൻ്റെ കാൽച്ചുവട്ടിലേക്ക് ഇരുന്നു. അങ്ങനെയൊന്നും പറയല്ലേ. എനിക്കെൻ്റെ മുത്തശ്ശി മാത്രമേ ഉള്ളൂ. വേറെ വേറെ ഒരു വഴിയുമില്ലാത്തതുകൊണ്ടാ. അവളുടെ ആ പ്രവൃത്തിയിൽ അവൻ പകച്ചുകൊണ്ട് ഒരടി പിന്നിലേക്ക് വെച്ചു. ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. എനിക്ക് സമ്മതമാണെങ്കിൽ ഞാൻ പണം തരാം. താൻ എനിക്ക് തിരിച്ചു തരേണ്ട. അവൾക്ക് മുൻപിൽ ഒരു കാൽമുട്ട് മടക്കി കുത്തിയിരുന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു. എന്ത് എന്താണെങ്കിലും എനിക്ക് സമ്മതമാണ്. അവൾ ഒറ്റ വീഴ്ചയോടെ പറഞ്ഞു. എന്നാൽ അനുപല്ലവി അവിടെ നിന്നും എണീക്കൂ. അവൻ അവിടെ നിന്നും എണീറ്റ് ചെയറിൽ വന്നിരുന്നു. അവളും പതിയെ അവിടെ നിന്നും എണീറ്റ് അവൻ മുൻപിൽ നിന്നു. താൻ ഇരിക്കൂ. മുൻപിലെ ചെയറിലേക്ക് കൈ കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. വേണ്ട സാർ, പറഞ്ഞോളൂ. എന്താണെങ്കിലും എനിക്ക് സമ്മതമാണ്. ഒരു കാര്യം എന്നെക്കൊണ്ട് ഒന്നിൽ കൂടുതൽ തവണ പറയിപ്പിക്കരുത് പല്ലവി. അവൻ്റെ ശബ്ദവും മുഖവും കനത്തു. അത് കണ്ടതും അവൾ ഭയത്തോടെ അതിലേക്കിരുന്നു. അവൻ എന്താവും പറയാൻ പോകുന്നത് എന്ന ചങ്കിടിപ്പോടെ അവനെ നോക്കി. ഒരു സൈൻ ചെയ്യണം. അവൻ അവളെ നോക്കി പിന്നോട്ട് ചാരിയിരുന്നു കൊണ്ട് പറഞ്ഞു. അവൾ മനസ്സിലാവാതെ അവനെ നോക്കി. അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയതുപോലെ അവൻ മുന്നോട്ട് ഒന്നാഞ്ഞിരുന്നു. ഒരു എഗ്രിമെന്റ്. താൻ എൻ്റെ വൈഫായിട്ട് ഒരു കോൺട്രാക്ട് മാത്രം. ഞാൻ പറയുന്നതുവരെ, ഞാൻ തന്നെ ഡിവോഴ്സ് ചെയ്യുന്നതുവരെ താൻ എൻ്റെ ഭാര്യയായിട്ട് നിന്നോളാം എന്നുള്ള എഗ്രിമെന്റിൽ ഒരു സൈൻ. കേട്ടത് വിശ്വസിക്കാനാവാതെ അവൾ അവിടെ പറഞ്ഞിരുന്നു. അനുപല്ലവി, താനൊന്നും പറഞ്ഞില്ല. അവൻ അവളെ സൂക്ഷിച്ചു നോക്കി. തന്നെ ഞാൻ നിർബന്ധിക്കില്ല. നന്നായി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. തനിക്ക് സമ്മതമാണെങ്കിൽ മാത്രം. മറുപടി യെസ് ആയാലും നോ ആയാലും ഞാനത് അക്സെപ്റ്റ് ചെയ്യും. അവൻ അവളെ നോക്കി ടേബിളിൽ ചാരി കൈകെട്ടി നിന്നു. സാർ എന്തായി പറയുന്നത്? എനിക്ക് പറ്റില്ല. അവൾ ചാടി എണീറ്റുകൊണ്ട് പറഞ്ഞു. ഓക്കെ പല്ലവി, തനിക്ക് പോവാം. അവൻ ക്രൂരമായൊരു ഭാവത്തോടെ പറഞ്ഞു. ഇനിയൊന്നും ചെയ്യാനില്ലാത്ത പോലെ നിസ്സഹായയായി അവൾ ഒരു നിമിഷം നിന്നു. പിന്നെ പതിയെ പുറത്തേക്ക് നടന്നു. അവൾ പോകുന്നത് നോക്കി എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവൻ നിന്നു. അവൻ്റെ ക്യാബിനിൽ നിന്നും ഇറങ്ങി മൂർത്തി സാറെപ്പോലും കാണാതെ, ആരെയും നോക്കാതെ നിർജീവമായി അവൾ നടന്നു. ഫോണടിച്ചപ്പോൾ അവൾ ഞെട്ടിച്ചുറ്റും നോക്കി. താൻ ഒരുപാട് നേരമായി ഈ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണെന്ന ബോധം അപ്പോഴാണ് അവൾക്ക് വന്നത്. ഫോൺ എടുത്തു നോക്കിയത് ജാനേച്ചിയാണ് വിളിക്കുന്നത്. ഫോൺ എടുക്കണോ? എടുത്തിട്ട് താൻ എന്ത് പറയും? അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഫോൺ അടിച്ചു കട്ടായി വീണ്ടും അടിക്കാൻ തുടങ്ങി. മുത്തശ്ശിയെക്കുറിച്ച് ഓർത്തതും വെപ്രാളത്തോടെ അവൾ ഫോണെടുത്ത് ചെവിയോട് ചേർത്തു. പോയ കാര്യം എന്തായി മോളെ? ഫോണെടുത്തപാടെ അവർ ആകാംക്ഷയോടെ ചോദിച്ചു. അവളൊന്നും മിണ്ടാനാകാതെ നിന്നു. അവർ ബില്ലുമായി വന്നിരുന്നു. സർജറി ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണമടക്കാൻ പറഞ്ഞിട്ട്. അത് കേട്ടതും കണ്ണുകൾ മുറുകെ അടച്ചു. കവിളിനെ നനച്ചുകൊണ്ട് കണ്ണുനീർ അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങി. എന്തു പറ്റി മോളെ? എന്താ നീ ഒന്നും മിണ്ടാത്തത്? പണം കിട്ടിയില്ലേ? അവർ ആദിയോടെ ചോദിച്ചു. അവൾ ഒരു നിമിഷം കണ്ണടച്ചു നിന്നു. കിട്ടി ജാനേച്ചി, ഞാനിപ്പോ വരാം. അവൾ തിരിച്ചെന്തെങ്കിലും പറയുന്നതിന് മുൻപ് അവൾ ഫോൺ കട്ട് ചെയ്ത് ബാഗിലേക്കിട്ട് ഷോപ്പിലേക്ക് നടന്നു. ഡേവിഡിന്റെ ക്യാബിന് മുൻപിൽ നിറഞ്ഞു തൂങ്ങുന്ന മിഴികളുമായി അവൾ നിന്നു. കവിളിനെ നനക്കുന്ന കണ്ണുനീർ വാശിയോടെ തുടച്ചു കളഞ്ഞവൾ ഡോറിൽ നോക്ക് ചെയ്തു. കുറച്ചു നിമിഷം വെയിറ്റ് ചെയ്തതും അവന്റെ ശബ്ദം കേട്ടു. യെസ്. അവൾ അകത്തേക്ക് ചെന്നതും തലകുനിച്ച് ഫോണിൽ നോക്കിയിരിപ്പുണ്ട്. അവൾക്കുള്ളിൽ ഒരു വിറയൽ കടന്നു വന്നു. സംഭരിച്ചു വെച്ച ധൈര്യമെല്ലാം ചോർന്നിട്ട് പോകുന്നത് പോലെ തോന്നി അവൾക്ക്. എന്താണ് അനുപല്ലവി, തീരുമാനത്തിൽ വല്ല മാറ്റവും ഉണ്ടോ? അവൻ തലയുയർത്താതെ ചോദിച്ചു. താനാണെന്ന കാര്യം അവൻ എങ്ങനെ അറിഞ്ഞു എന്നവൾ ഭയപ്പെട്ടു. അവൻ മുഖമുയർത്തി അവളെ നോക്കി. എനിക്ക് സമ്മതമാണ്.
മുഖം ഉയർത്താതെ അവൾ പതിയെ പറഞ്ഞു. എനിക്ക് സമ്മതമാണ്. മുഖം ഉയർത്താതെ അവൾ പതിയെ പറഞ്ഞു. അവൻ എണീറ്റ് അവളുടെ അടുത്തേക്ക് വന്നു. നന്നായി ആലോചിച്ചു തീരുമാനിച്ചിട്ടാണോ? പിന്നീടൊരു മാറ്റം അനുവദനീയമല്ല.